चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। मिलन की मस्ती भरी आँखों में, हजारों सपने सुहाने लिए। हो चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। ये मस्ती के नजारे हैं, तू ऐसे में संभलना कैसा मेरी कसम। तू लहराती डगरिया हो, तू फिर क्यों ना चलो मैं बहका बहका रे। मेरे जीवन में ये शाम आई है मोहब्बत वाले जमाने लिए। हो चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। वो आलम भी अजब होगा वो जब मेरे करीब आएगी मेरी कसम। कभी बैया चुड़ा लेगी, कभी हंस के गले से लग जाएगी। हाय मेरी बाहों में मचल जाएगी, वो सच्चे झूठे बहाने लिए। हो चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। बहारों में नजारों में नजर डालूं, तू ऐसा लागे मेरी कसम। वो नैनों में भरे काजल घूंघट खोले, कड़ी है मेरे आगे रे शर्म से बोझल चुकी पलकों में, जवारातों के फसाने लिए। हो चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। मिलन की मस्ती भरी आँखों में, हजारों सपने सुहाने लिए। हो चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। ला 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 ला। हे 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 हो 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 हो, हे 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 हो 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 हो। ला 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 ला। अरे वाह സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ പാറു ആ നീ വന്നതിന് ശേഷം അവന് നിർത്താൻ തോന്നുന്നില്ല. ഇല്ല ഡാൻസോട് ഡാൻസ്. അശ്വിൻ എന്താ എന്നെ നോക്കി പാടാൻ തോന്നിയേ? സൗന്ദര്യമുള്ളതുകൊണ്ട് ശരിക്കും ഒരു റെട്രോ സിനിമയുടെ ഒരു ഹീറോയിനെ പോലെ ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ കേറി വന്ന ഡാൻസ് ചെയ്തപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സ്ಟನ್ನಿಂಗ್. താങ്ക് യു.
എന്തായാലും സൂപ്പർ സൂപ്പർ. വെരി ഗുഡ്. ആ ടോണൊക്കെ മാറ്റി എന്തായിരുന്നു Yodeling. അത്? വെള്ളി വെള്ളം കുഴപ്പമില്ല. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഓക്കെ ശരത് സാർ, ശിവനെ കണ്ടിട്ട് ഒരു പോക്കറ്റ് അടിക്കാരൻ്റെ ലക്ഷണം. പക്ഷെ മോനെ ചക്കരെ എടാ നന്നായിട്ട് പാടിയടാ, ആസ്വാദിച്ച് പാടി. അത് ഉഗ്രമായിരുന്നു. നിന്റെ യോഡ്ലിങ് അത് ഈസി ആയിട്ട് പറ്റത്തതേ ഇല്ല. അത് ഞങ്ങൾ കണ്ണുവെച്ച് നീ 2 തവണ നന്നായിട്ട് ചെയ്ത് കണ്ണുവെച്ച് സത്യമായിട്ട് ഞാൻ എം ജി അണ്ണൊക്കെ ആ 3ാമത്തെ തൊട്ട് അതിന്റെ ഫലം ഉണ്ടായി. ഒരു സ്ഥലത്ത് ഇച്ചിരി ചിരി പോയി. അത് കുഴപ്പമില്ല. പക്ഷെ മൊത്തത്തില് ബ്യൂട്ടിഫുൾ ആയിരുന്നടാ, ഉഗ്രമായിരുന്നു. കാര്യം അത് ഒരു ഇടയ്ക്ക് ജയനൊക്കെ ആയല്ലോ. അങ്ങനെയാ തോന്നിയത്. ഷാറുഖ് ഖാൻ സാർ ഇങ്ങനെ അത് ഈ 2 കൈയും കൂടെ ആകുമ്പോ ജയനാവിടാ. അത് അല്ല, അതുകൊണ്ട് ജയൻ സാറാ അത്. ഞാൻ അതാ ഉദ്ദേശിച്ച, പക്ഷെ 2 കൈ അങ്ങ് പോയി. അപ്പൊ അത് പാട്ടിലെ കുഴപ്പമില്ല. നടൻ ആരാണ്? രാജേഷ് ഖന്ന സാർ. ഓ അത് അറിയാം. അല്ല നീ കണ്ടായിരുന്നു ഇത്? മോനെ നല്ല എന്താ പറയുക, ഒരു ചക്കര പാട്ട് നീ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ആകെ അത് കുറച്ചും കൂടെ പ്ലെയിനായിട്ട് അങ്ങ് മതി. ഈ പെൻഡ് കിട്ടൊന്നും ഇല്ലാതെ ഇരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു സുഖം കണ്ടേനെന്ന് തോന്നി. എന്റെ ഒരു വിബ്രാട്ടോ എല്ലാ किसी की धुन में धड़क दे दिल के तराने लिए. ഓ പാടിയേ. അതെ ആ ബൃഹ ഇല്ലാതെ പാടേ. അത് മതി. അത് ആദ്യം പാട്ട് പിന്നെ ബൃഹ ഇടാം. പക്ഷെ മൊത്തത്തില് ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ അത് യൂഡ്ലിങ് ഒന്നും കൂടെ കേൾക്കണമെന്നുണ്ട്. അത് യോഡ്ലിങ്ങിന് അത് ഈസിയായിട്ട് പറ്റും. ഇദ്ദേഹത്തിന്റെ വേറെ പാട്ടുകൊണ്ട് അറിയാമോ? അത് ഒരു അത് ചുമ്മാ അദ്ദേഹം പാടും കൂളായിട്ട്. ജിന്ദഗി എക് സഫർ. വെരി ഗുഡ്, വെരി ഗുഡ്. जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना. जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना. അത് കൃത്യമായിട്ട് എത്തണോടാ. അത് ഒരു ഈസി ജോബല്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ വരും. എന്തൊക്കെയാലും ഒരു എന്താ പറയുക, ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നില്ല. എനിക്ക് നിന്നെ കാണാനും ഈ ജയൻ സാറിനെ കണ്ടത് സന്തോഷമാണ് കേട്ടോ. കാര്യം നമ്മുടെ ആളല്ലേ ജയൻ സാർ, അതും കണ്ടു. പക്ഷേ ഷാരൂഖ് ഖാനെ നമുക്ക് എവിടെയും കാണാൻ പറ്റിയില്ല. അതെ. ഈ ഉദ്ദേശിച്ച. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്താണെന്നറിയാം? ആ കണ്ണാടി എടുത്തിട്ട് കടിച്ച് എന്നിട്ട് അത് ഊറ്റ് തുറക്കാനും പറ്റിയില്ല. അല്ല പിന്നെ 2 കൈ കൊണ്ടും പിടിച്ച് തുറന്നിട്ടാ വെച്ചത്. അതൊക്കെ എനിക്ക് ഇഷ്ടമായി. അതെന്താ കടിച്ചത്? സ്റ്റൈലില് തുറന്നതാ. പക്ഷെ ഇങ്ങനെയാണോ കടിക്കുന്നത് സ്റ്റൈലായിട്ട്? ആക്രാന്തം വന്ന് കടിച്ചോണം. ചിക്കനാണെന്ന് വിചാരിച്ചോ? അത് കടിച്ച് സ്റ്റൈലായിട്ട് കടിക്കാൻ നോക്കിയ, പക്ഷെ കടിച്ചിട്ട് കൂടിപ്പോയി. അല്ല നീ ഒന്ന് കടിച്ച് തുറക്കാവോ അത് സ്റ്റൈലായിട്ട്? നോക്കട്ടെ. ഇപ്പൊ നല്ലതായിരുന്നു. മറ്റേ കടിച്ച് പാതി വഴിക്ക് പിന്നെ 2 കൈ കൊണ്ട് പിടിച്ച് തുറന്ന് അതൊരു മഹാവൃത്തികേടായി. പക്ഷെ പാട്ട് നീ കലക്കിയിടാ. അതല്ലേ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട. പിന്നെ നിന്റെ ഈ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. എനിക്ക് കുറെ ഇഷ്ടമായിടാ ചക്കരെ. ലവ് യു. താങ്ക് യു സർ. എം ജി സർ, സെലക്ഷന് ഒരു വലിയ കൈഡി. താങ്ക് യു സർ. സൂപ്പറായിട്ട് പാടിയതിന് അടുത്ത കൈഡി. താങ്ക് യു സർ. യോഡ്ലിംഗ് അല്ലേ, അത് ഗംഭീരമായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം പോയി, അതിനൊരു 3/4 കൈയടി. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോനെ, നിന്റെ ആക്ഷൻസും ബാക്കി എല്ലാം. പിന്നെ ലാസ്റ്റിൽ ആ പാറുവിനെ അങ്ങോട്ട് വന്നത് മാത്രം ഞങ്ങൾക്ക് ഇവിടെ 3 പേർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് ശരിയല്ല. കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ അങ്ങ് നിന്നങ്ങ് അത് ഇഷ്ടമായില്ല. അതെന്താ? അതെ, 3 പ്രാവശ്യം പാടുന്നതിന് അവനെ 7 പ്രാവശ്യം പാടി. ഞാൻ വന്ന സന്തോഷത്തിൽ പാടിയതാ. അപ്പൊ അതിന് കൈയടി ഇല്ല. സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോ. എനിക്ക് പാട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ സ്നേഹ ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ യശേണ്ണ സ്നേഹ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ എനിക്ക് കുറെ പാട്ടിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഹിന്ദി സോങ്സ്. അപ്പോൾ എനിക്ക് യശേട്ടൻ കുറെ പാട്ട് പറഞ്ഞു തന്നു. അതിനകത്ത് ഈ പാട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്നേഹ ചേച്ചി എനിക്ക് ഈ പാട്ട്
ഓ എന്തൊരു വെരി കോയിൻസിഡൻസ്. ഗുഡ് വെരി ഗുഡ്. ഇതിനകത്തൊന്നും പറയാനില്ല മോനെ. ഇപ്പൊ പറയേണ്ട ആ ഒരു വിബ്രേറ്റോ അത് ഈ പാട്ടിന് ആവശ്യമാണ്. അതിന്റെ അത് കുഴപ്പമില്ല, അത് നോക്കിക്കൊണ്ടാൽ മതി കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക, ഈ യോഡ്ലിംഗ് എന്ന് പറയുന്നത് പിച്ചിൽ വീഴ്ത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ യോഡ്ലിംഗ് പിച്ചിൽ വീഴുക എന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത് അശ്വിൻ്റെ കാര്യമല്ല, ആ സമയത്ത് കിഷോർദ ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് ഒറ്റ ടേക്ക് പരിപാടിയാണല്ലോ. അപ്പൊ അങ്ങേര് ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം യോഡ്ലിംഗിൽ പിച്ച് പെർഫെക്റ്റ് ആയിട്ട് പാടുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. അതിപ്പോൾ ലൈവില് അശ്വിൻ ചെയ്തു. കുറേ ഭാഗങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കിഷോർദ പാടിയത് രാജേഷ് ഖന്ന സാറിന് വേണ്ടിയിട്ടാണ്. ഇതും അങ്ങേർക്ക് വേണ്ടിയിട്ട് പാടിയ ഒരു പാട്ടാണ്. അപ്പം എന്തായാലും അശ്വിൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഹോൾ ആക്ട്. ആ ഒരു കണ്ണട കടിച്ചു പറിച്ച് എടുത്തതും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി അശ്വിൻ, എനിക്ക് ബച്ചൻ സാബിനെ ഓർമ്മ വന്നു ഈ ഡ്രസ്സ് കണ്ടപ്പോ. നല്ല രസമുണ്ടടാ. നിനക്ക് ഹൈറ്റ് കൂടെ ഉള്ളതുകൊണ്ടേ നല്ല അങ്ങനത്തെ ഒരു ഫീല് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളെ എല്ലാവരും എന്റർടൈൻ ചെയ്തു. ഉഗ്രൻ. എനിക്ക് സത്യം പറഞ്ഞാൽ പാറു പറയാതിരിക്കാൻ വയ്യ. മോള് നടന്നു വന്ന സമയത്ത് വന്നിട്ട് ആ ഡാൻസ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ആ റെട്രോ യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. സൽവാറിൽ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ആ പാട്ടിന്റെ കൂടെ അത് ചേർന്നു. പിന്നെ അവന്റെ ഡ്രസ്സിലും അതിനൊരു മാച്ചിങ് ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എത്ര പാട്ടുകൾ സാർ പറഞ്ഞ പോലെ കിഷോർദായും പിന്നെ ആശാജി ഇവരുടെ കോമ്പിനേഷനിൽ എത്ര പാട്ടുകൾ വന്നിരിക്കുന്നു. ഇതില് മോന്റെ ആ യോഡ്ലിംഗ് അസാധ്യം. സൂപ്പറായിരുന്നു. ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ തെറ്റല്ലേ, ലാസ്റ്റിൽ മാത്രം ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയി, ദാറ്റ്സ് ഓക്കെ. പക്ഷെ എന്നാലും ഉഗ്രൻ പെർഫോമൻസ്. എനിക്ക് ഈ രണ്ടുപേരുടെ ഇത് ഇങ്ങനെ നിൽക്കുന്ന മറ്റേ സ്റ്റെപ്പൊക്കെ ചെയ്ത് കണ്ടതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം, ഞാൻ ഇതേ ഒരു സ്റ്റൈലിലുള്ള RD ബർമൻ സാബിന്റെ ഒരു ആശാജി ആൻഡ് കിഷോർദ നമ്മുടെ ട്രിബ്യൂട്ട് അവർക്ക് രണ്ടുപേർക്കും അല്ലേ, അവരുടെ രണ്ടുപേരുടെ ഉള്ള ഒരു പാട്ടിന്റെ ഒരു 4 വരി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു ഫോർ പാറു ആൻഡ് അശ്വിൻ. എന്റെ കൂടെ യശ് ജോയിൻ ചെയ്യും. യശൻ ഈ പാട്ട് അറിയോ? ഓ സാഥി ചൽ. യശ് ഓ ആണോ? ഞാൻ ലിറിക്സ് നോക്കി പാടും. हवा के साथ साथ घटा के संग संग, हवा के साथ साथ घटा के संग संग, ओ साथी चल मुझे लेके साथ चल तू, ले हाथों में हाथ चल तू, संभल मेरे साथ चल तू, ले हाथों में हाथ चल तू, ओ साथी चल मुझे लेके साथ चल तू, यूं ही दिन रात चल तू, संभल मेरे साथ चल तू, यूं हाथों में हाथ चल तू, ओ साथी चल. താങ്ക് യു പാറു ആൻഡ് താങ്ക് യു അശ്വിൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗോഡ് ബ്ലെസ് യു ഡാ. കലക്കി. ഓക്കെ മാർക്സ് വെക്കാം. ശരത് സർ. ചക്കരെ 9.8 മാർക്സ്. രണ്ട് പോയിന്റാണ്. ഒന്നായി യോഡ്ലിംഗിൽ ഒരെണ്ണം പോയി, 1 മാർക്ക് പോയി. ആ വിബ്രാറ്റോ ഇല്ല, 1 മാർക്ക് പോയി. ബാക്കി എത്ര? 9.8. താങ്ക് യു സർ. ഷാനിക്ക. അശ്വിൻ സർ ഒട്ടും കുറയ്ക്കുന്നില്ല. Ashwin, I am proud of you. Thank you, ma'am. Thank you. Okay, so total 19.6. Super. Super. Yes.